Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം കർത്താവിന്റെ വചനം ശ്രവിപ്പാനും വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാനും ദൈവമെ സഹായിച്ചുവല്ലോ. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കരുണയോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങളെ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വേഗം ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവിന് രാവിലെ സമയം ഈ വചനത്തിലൂടെ നമ്മോട് കൃത്യമായി സംസാരിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് സ്വർഗം തുറന്നതായി കണ്ട ചില ആളുകളെ കുറിച്ച് ഒന്ന് അല്പമായി ധ്യാനിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. എഗസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് എഗസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളിടയിലിരിക്കുന്നു. സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. വായിച്ചപ്പോൾ വളരെ സിമ്പിളായി തോന്നുന്ന ഒരു ഭാഗമാണിത്. എഗസ്കേൽ പ്രവചനം നമുക്കറിയാം, അതിന്റെ തുടക്കം സ്വർഗം തുറന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ എഗസ്കേൽ സാധാരണപ്പെട്ടൊരു പ്രവാചകനല്ല, പകരം പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒത്തിരി വില കൊടുത്ത ഒരു പ്രവാചകനാണ്. എന്താണ് അദ്ദേഹം കൊടുത്ത വില? ഇപ്പോൾ അവര് ബാബിലോണിൽ BC 606 മുതൽ 538 വരെയുള്ള കാലഘട്ടങ്ങളിൽ കിടക്കുകയാണ്. ഒരു തലമുറ സത്യത്തിൽ എന്തിനാണ് അവർ പ്രവാസത്തിൽ കിടക്കുന്നതെന്ന് പോലും അറിയാതെ അവർ ദൈവിക ശിക്ഷണത്തിന് പാത്രീഭൂതമായിരിക്കുകയാണ്. അന്ന് എഗസ്കേൽ ദൈവത്തോട് ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദന ഉണ്ടായത്? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായത്? എഗസ്കേലിന്റെ ചോദ്യത്തിന് ദൈവം കൃത്യമായ മറുപടികൾ നൽകുന്നു. ആ മറുപടി നമുക്ക് കാണാം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ. ദൈവം ആദ്യത്തെ മറുപടി പറയുക, എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രവാസത്തിൽ വന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നത്? കാരണം ഇതൊരു പുതിയ തലമുറയാണ്, ഇവർക്ക് അതിനെ കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷൻ അല്ല. അപ്പോൾ ദൈവം കൊടുത്ത മറുപടി 10-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസന സദൃശത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായിരുന്നു. താൻ കണ്ട ഒരു സ്വപ്നമാണ്. ദൈവം കൊടുക്കുന്ന മറുപടി ദർശനത്തിലൂടെ കാണുകയാണ്. അപ്പോൾ കാണുന്നത് കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിന്റെ സദൃശത്തിൽ ഒരു രൂപം അവയുടെ മീതെ. ഈ കെരൂബുകൾ എവിടെ ഇരിക്കുന്നത്? സമാഗമന കൂടാരത്തിലാണ്. അപ്പോൾ ആ കെരൂബിന്റെ മീതെ നീലക്കല്ല് പോലെ സിംഹാസനത്തിന്റെ സദൃശത്തിൽ ഒരു രൂപം. ആ രൂപം സാധാരണ രൂപമല്ല, പുള്ളിക്ക് വെളിപ്പെട്ട ഒരു രൂപം പോലെ. പക്ഷെ അതൊരു വെറും രൂപമല്ല, അത് ദൈവത്തിന്റെ മഹത്വമാണ്. ദൈവത്തിന്റെ മഹത്വം. അതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ 4-ാം വാക്യത്തിലേക്ക് വന്നാൽ,
ആ 10-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്റെ മേൽ നിന്ന് പൊങ്ങി. അപ്പൊ മുമ്പേ 10-1 നമ്മൾ കണ്ട സിംഹാസന സദൃശത്തിൽ ഒരു രൂപം ഇരുന്നെന്ന് പറഞ്ഞ ആ രൂപം എന്തായിരുന്നെന്ന് 4-ാം വാക്യം പറയുന്നുണ്ട്. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്റെ മേൽ നിന്ന് പൊങ്ങി. നോക്കി, അപ്പോൾ 1-ാം വാക്യത്തിൽ കെരൂബിന്റെ മീതെ ദൈവത്തിന്റെ മഹത്വം ഇരുന്നു. 4-ാം വാക്യത്തിൽ ആ മഹത്വം അവിടുന്ന് പൊങ്ങി. എങ്ങോട്ട് പോയി? ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ വാതിൽക്കൽ പോയിരുന്നു. ഓ, രക്തം ജയം! നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, മഹത്വം ഇരിക്കേണ്ടത് ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ വാതിൽക്കലല്ല, മഹത്വം ഇരിക്കേണ്ടത് കെരൂബിന്റെ മീതെയാണ്. പക്ഷേ ദൈവത്തിന്റെ മഹത്വത്തിന് ഇപ്പോൾ ആ കെരൂബിന്റെ മീതെ ഇരിക്കാൻ കഴിയാത്ത ചില വലിയ പ്രതിസന്ധികൾ ദേശത്തിൽ, രാജ്യത്തിൽ അരങ്ങേറുകയാണ്. സ്തോത്രം! ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞെ, ദൈവത്തിന്റെ മഹത്വം ഇരിക്കേണ്ടിടത്ത് ഇരിക്കാൻ കഴിയാതെ ആ മഹത്വം ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വിട്ട് ഉമ്മരപ്പടിയുടെ വാതിക്കലേക്ക് പോകേണ്ട ഒരു അനുഭവത്തിന് നീ ഇടവരുത്തിയാൽ കൊടുക്കേണ്ടി വരുന്ന വില ഒരുപക്ഷെ ചിലരുടെയൊക്കെ ജീവിതങ്ങളും ജീവനുമായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്തോത്രം! നോക്കിയേ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ച വിഷയം, ദൈവത്തിന്റെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ വാതിക്കലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ ദൂതൻ ചലിക്കാൻ തുടങ്ങി. സ്തോത്രം! നിങ്ങൾ 9-ാം അധ്യായത്തിലേക്ക് വന്നേ. 9-ാം അധ്യായം 2-ാം വാക്യം ശ്രദ്ധിച്ചേ. അവിടെ അപ്പോൾ 6 പുരുഷന്മാർ, ഞാൻ ഈ പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ്, ഉറക്കം തൂങ്ങിയിരുന്ന ആരും കേൾക്കരുത് ദയവായി, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ 6 പുരുഷന്മാർ, 6 പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ 6 ദൂതന്മാരാണ്. അവരെന്താ ചെയ്തത്? ഓരോരുത്തൻ വെൺമഴു കയ്യിലെടുത്തുകൊണ്ട്, നോക്കിയിട്ട് വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിന്റെ വഴിയായി വരികയാണ്. സ്തോത്രം! ഇത് യെരൂശലേമിന്റെ പടിവാതിലുകളെയൊക്കെയാണ് ഈ പറയുന്നത്, ദേവാലയത്തിന്റെയൊക്കെയാണ് ഈ പറയുന്നത്. അവരുടെ നടുവിൽ, ഈ 6 പേരുടെ കയ്യിൽ വെൺമഴുണ്ട്. ഇവരുടെ നടുവിൽ ഒരു മനുഷ്യനെ കാണും. അദ്ദേഹം ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു. അദ്ദേഹം അല്ലെങ്കിൽ സ്തോത്രം! അദ്ദേഹം എന്ത് ചെയ്തു? അകത്ത് ചെന്ന്, ആലയത്തിനകത്ത് ചെന്ന് താമ്ര യാഗപീഠത്തിന്റെ അരികിൽ നിന്നു. ഇപ്പോൾ പൊസിഷൻ നിൽക്കുന്ന എവിടെയാ? താമ്ര യാഗത്തിന്റെ അരികിൽ. ഇത് എപ്പോഴാ നടന്നതെന്നറിയാമോ? അടുത്ത വാക്യം 9-3. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അതിരുന്നിരുന്ന കെരൂബിന്റെ മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ വാതിക്കൽ, ഉമ്മരപ്പടികൾ വന്നിരുന്നു. അപ്പം ദൂതന്മാർ ചലിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വം ഉമ്മരപ്പടിയുടെ വാതിക്കലേക്ക് പറന്നുപോയി നിന്ന ആ സമയത്താണ് ദൂതന്മാർ ചലിക്കാൻ തുടങ്ങി. ഇരിക്കേണ്ട പൊസിഷൻ അകത്തു നിന്ന് പാടില്ലാത്ത സ്ഥലത്തേക്ക് ഇത് പോയി ഇരുന്നപ്പോൾ അതിന് കാരണഭൂതരായവർക്ക് നേരെ ന്യായവിധി നടപ്പിലാക്കാൻ 6 ദൈവത്തിന്റെ ദൂതന്മാർ 6 വെൺമഴുവുമായി ഇറങ്ങുകയാണ്. സ്തോത്രം! ദൈവാത്മാവിനോട് പറയുന്ന ഒരു വെളിപ്പാടിലേക്ക് ഞാൻ വരികയാണ്. എന്താ ഇതിന്റെ കാരണം അറിയാം? നമുക്ക് ആ 10-ാം അധ്യായത്തിലേക്ക് ഞാൻ ഒന്ന് വന്നിട്ട് തിരിച്ച് 9-ലേക്ക് വരാം. ഈ 10-1 പറയുന്ന ഭാഗം ശലോമോന്റെ കാലമാണ്. ഏതാ ഈ 10-1 പറയുന്ന ഭാഗം? ദൈവത്തിന്റെ മഹത്വം കെരൂബിന്റെ തലയ്ക്ക് മീതെ നീലക്കല്ല് പോലെ സിംഹാസന സദൃശത്തിരുന്ന കാലം, അത് ശലോമോന്റെ കാലം. ശലോമോൻ യെരൂശലേം ദേവാലയം പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് അദ്ദേഹം ഒരുക്കി വെച്ച യാഗങ്ങൾ ദഹിപ്പിച്ചിട്ട് അവിടെ കാണുന്ന കാഴ്ച എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മഹത്വം കെരൂബിന്റെ മീതെ കൊണ്ടുവച്ചു. ഇപ്പൊ ശലോമോൻ ചെറിയ ആളല്ല, അദ്ദേഹം കൃപയിൽ നിന്ന കാലഘട്ടമായി കാണിക്കുന്നു. അദ്ദേഹം കൃപയിൽ നിന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ തീ ഇറക്കിയ, ദൈവത്തിന്റെ മഹത്വത്തെ കെരൂബിന്റെ മീതെ ഇറക്കിയ ഒരു കാലമാണ്. പക്ഷേ 4-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ശലോമോൻ പ്രാർത്ഥിച്ച്
ഇറക്കിയ ദൈവത്തിന്റെ മഹത്വം എവിടേക്ക് പോയി? ഇപ്പോൾ ആലയത്തിലില്ല. എവിടെ പോയി? കെരൂബിന്റെ മീതെ ഇല്ല. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ വാതുക്കൽ പോയിരിക്കുക. ഈ കാലഘട്ടം ശലോമോന്റെ അധപ്പതനത്തിന്റെ കാലഘട്ടം മുതൽ തന്റെ തലമുറകളുടെ കാലഘട്ടങ്ങളിലേക്ക് നീണ്ടു പോകുന്ന കാലഘട്ടം. സ്തോത്രം. ദൈവം ശലോമോനോട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകമാണെന്നാണ് എന്റെ ഓർമ്മ. 8-ാം അധ്യായത്തിൽ ദൈവം വാണിംഗ് കൊടുത്തിരുന്നു ശലോമോന്. സ്തോത്രം. ആ വാണിങ്ങിൽ 9-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ, നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ 3 പ്രധാനപ്പെട്ട കാര്യം ദൈവം പറഞ്ഞു. ഒന്ന്, ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് അവരെ പറിച്ചു കളയും. അതാണ് പ്രവാസം. അതാണ് ഇപ്പൊ യെഹെസ്കേലും കൂട്ടരും കിടക്കുന്നത്. 2, എന്റെ നാമത്തിനു വേണ്ടി ഞാൻ ഇപ്പോൾ വിശുദ്ധീകരിച്ച, തീയിറക്കി വിശുദ്ധീകരിച്ച, തേജസ് കൊണ്ട് നിറച്ച ആലയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും, പറിച്ചില്ല. അതാണ് നെബൂഖദ്നേസർ വന്ന് നശിപ്പിച്ചത്. 3, ഞാൻ സകല ജാതികളുടെ ഇടയിൽ നിങ്ങളെ പരിഹാസവും പഴഞ്ചൊല്ലുമാക്കും. നിങ്ങൾ ഓർത്ത് നോക്കി, ഇത് 3 ആരോട് ദൈവം പറഞ്ഞതാ? ശലോമോനോട് പറഞ്ഞതാ. ഏത്? മഹത്വം കെരൂബിന്റെ മീതെ ഇരുന്ന കാലഘട്ടത്തിൽ. എന്നാൽ മഹത്വം ഇപ്പോൾ എവിടെ നിൽക്കുന്നു? മഹത്വം നിൽക്കുന്നത് ഉമ്മരപ്പടിയുടെ വാതിക്കൽ. അപ്പോൾ 1-ാം വാക്യം, യെഹെസ്കേൽ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ശലോമോന്റെ കാലഘട്ടവും, 4-ാം വാക്യം ശലോമോൻ കൃപയിൽ നിന്ന് പോയിട്ട് അദ്ദേഹത്തിന്റെ ജനറേഷനുകൾ ദൈവ വഴി വിട്ടുപോയ കാലഘട്ടത്തിനായി. അപ്പൊ അർത്ഥം, ആലയത്തിനകത്ത് മഹത്വത്തിന് ഇരിക്കാൻ കഴിയാത്തതിന്റെ കാര്യം, ജനം പ്രമാണം തെറ്റിച്ചു, വഴി വിട്ടു, ജനം അന്യദൈവത്തെ സേവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, എന്റെ മഹത്വത്തിന് ഇത് കണ്ടുകൊണ്ട് ആലയത്തിനകത്തിരിക്കാൻ കഴിയില്ല. എന്റെ മഹത്വത്തിന് ഇത് ദർശിച്ചുകൊണ്ട് ആലയത്തിനകത്തിരിക്കാൻ കഴിയും. കർത്താവിനോട് വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിന്, ദൈവ മഹത്വത്തിന് സഹിക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, അതേ ദർശിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിന്നിൽ നിന്ന് വന്നാൽ മഹത്വം ചലിക്കാൻ തുടങ്ങും. അതും പതിയെ പതിയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ഡിപ്പാർട്ടഡ് ആയി, അത് ഇറങ്ങിപ്പോവല്ല, പടിപടിയായി മാറിക്കൊണ്ടിരിക്കും. നീ അതറിയത്തില്ല, നീ അത് മനസ്സിലാക്കത്തില്ല. പക്ഷേ ദുരന്തത്തിലേക്കാണ് പോകുന്നതെന്ന് വളരെ വ്യക്തമായി ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ നോക്കിയേ, ഈ മഹത്വം ഒന്ന് വിട്ടങ്ങോട്ട് മാറിയപ്പോഴാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് മഹത്വം ചലിച്ചപ്പോഴാണ് ന്യായവിധി നടപ്പിലാക്കാൻ 9-ാം അധ്യായത്തിൽ 6 ദൂതന്മാർ ഇറങ്ങി വരികയാണ്. സ്തോത്രം. ഇനി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, 9-ാം അധ്യായം 4-ാം വാക്യം, പ്ലീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 4-ാം വാക്യത്തിൽ ന്യായവിധി നടപ്പിലാക്കാൻ വന്ന ദൂതന്മാരോട്, ഇവരവിടെ എവിടെ നിൽക്കുക? ഇപ്പോൾ താമ്ര യാഗപീഠത്തിനടുത്ത് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. യഹോവയായ ദൈവം ഒരു ശബ്ദത്തിൽ അവരോട് ഇടപെടുകയാണ്. എന്താ ഇടപെടുന്നതെന്ന് അറിയാമോ? ന്യായവിധി നടപ്പിലാക്കുന്നതിന് മുമ്പ്, വെൺമഴ കൊണ്ട് വെട്ടിക്കളയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. സ്തോത്രം. എല്ലാവരെയും വെട്ടരുത്, എല്ലാവരെയും നിങ്ങൾ ന്യായം വിധിക്കരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ യെരൂശലേമിന്റെ നടുവിൽ കൂടെ ചെന്നിട്ട് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛത നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന കുറെ പുരുഷന്മാർ അവിടെ ഉണ്ട്. അവരുടെ നെറ്റിയിൽ ഒരടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. കണ്ടോ? എല്ലാ തലമുറയിലും ദൈവത്തിനൊരു ഓഹരിയുണ്ട് എന്ന് പറഞ്ഞാൽ, ചുറ്റുപാടുള്ള ലോകം മുഴുവൻ മ്ലേച്ഛതയിലേക്ക് പോകുമ്പോൾ, ചുറ്റുപാടുള്ള ലോകം മുഴുവൻ അതിക്രമത്തിലേക്ക് പോകുമ്പോൾ, പാപത്തിന്റെ വലിയ തലങ്ങളിലേക്ക് പോകുമ്പോൾ, അതിനോട് സഹിത്വം പുലർത്താതെ, കോംപ്രമൈസ് ചെയ്യാതെ, രാജ്യങ്ങളുടെ, പട്ടണങ്ങളുടെ, നഗരങ്ങളുടെ വിടുതലിനു വേണ്ടി മ്ലേച്ഛത കണ്ട് പ്രാർത്ഥനാ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ആരുമറിയാതെ കരയുന്ന ഒത്തിരി ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം, അവരെ നോക്കിയിട്ടാണ് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്. എന്താ പറയുന്നത് അറിയാമോ? അവരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടണം. അവരുടെ നെറ്റിയിൽ അടയാളം ഇട്ടിട്ട്
അടയാളമില്ലാത്തവരെ മുഴുവൻ വെട്ടണം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ലോകവും ചരിത്രവും രാജ്യങ്ങളും കാണാത്ത ന്യായവിധികൾ വെളിപ്പെടാൻ സമയമാകുമ്പോൾ ഇന്ന് രാവിലെ ആ അടയാളം നെറ്റിയിലിട്ട ഗ്രൂപ്പിനകത്ത് നീ ഉണ്ടോ എന്നുള്ളത് ഇന്ന് രാവിലെ ഒന്ന് പുനഃപരിശോധിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. വെറുതെ അല്ല രാവിലെ എഴുന്നേറ്റിരുന്ന ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും സംസ്ഥാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥന ഒരു ചടങ്ങ് പോലെ പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ചടങ്ങല്ല. ഇന്ന് രാവിലെ നിന്റെ നെറ്റിയിൽ അടയാളമിടുവാനുള്ള ഒരു മാനദണ്ഡം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇന്ന് രാവിലെ എത്ര പേർ ഒന്ന് ചോദിക്കുന്നു ദൈവത്തോട്. ഈ രാവിലെ പരിശുദ്ധാത്മാവ് ആഴത്തിൽ സംസാരിക്കുന്നു. അതേ, ദൈവം ഇന്ന് രാവിലെ ഒരു ന്യായവിധിക്ക് മുമ്പ് നെറ്റിയിൽ അടയാളമിടുക. ആരുടെയൊക്കെയോ നെറ്റിയിൽ ഇന്ന് രാവിലെ ദൈവം എന്റെ ഓഹരിയാണിത്, എന്റെ ജനമാണിത്, ഇവൻ എന്റെ കുടുംബമാണിതെന്ന് പറഞ്ഞ് ന്യായവിധികൾക്ക് മുൻപ് ദൈവം ചിലതിന്റെ നെറ്റിയിൽ അടയാളമിടുന്നു എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നിന്റെ തലമുറയായിരിക്കുന്ന ഇടത്ത്, നിന്റെ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ആത്മാവ് ചിലതിന്റെ നെറ്റിയിൽ അടയാളമിട്ട് ദൈവത്തിന്റെ ഓഹരിയെ മാറ്റി നിർത്തുന്ന, ദൈവത്തിന്റെ ഓഹരിയെ വേർതിരിച്ചു നിർത്തുന്ന ഒരു സമയമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഇതിനുശേഷം ന്യായവിധി നടത്തുകയാണ്. എന്താണ് 5-ാം വാക്യം 9:5 പറയുന്നത്? അത് ഭയങ്കര ന്യായവിധിയാ. സ്തോത്രം. അവിടെ പറയുന്നൊരു പദമുണ്ട്, നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടെ ചെന്ന് വെട്ടാനാ പറയുന്നത്. ഉണ്ടോ? എന്നിട്ട് പറയാ എങ്ങനെ കാണിക്കണം വെട്ട്? നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കരുത്. കണ്ണിന് ആദരവില്ലാത്ത, കരുണ കാണിക്കാത്ത ഒരു വെട്ട്. ഈ നാട്ടുകാർ വരെ പറയും, ഇത്രയും കാലമായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഇവൻ ഈ അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് നാട്ടുകാരെ വെട്ടുന്ന കാര്യമില്ല പറയുന്നത്, സ്വന്തം ജനമാ. ഇസ്രായേലിനെ കുറിച്ചാ പറയുന്നത്. സ്തോത്രം. നോക്കി, കണ്ണിന് ആദരവില്ലാത്ത, കരുണയില്ലാത്തൊരു വെട്ട്. സ്തോത്രം. ആ വെട്ടിനകത്ത് ആരെങ്കിലും ഉണ്ട്? 6-ാം വാക്യം നോക്കി, തുടങ്ങുന്നത് ആരെയാണെന്നറിയോ? വൃദ്ധന്മാർ. അയ്യോ, 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ ശ്രദ്ധിച്ചോണേ, ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്കട്ടെ. സ്തോത്രം. നോക്കി, അതെന്താ കാര്യം? വൃദ്ധന്മാർ, പ്രായവും പക്വതയുള്ള നിങ്ങളില്ലേ, കമ്മിറ്റിക്കകത്ത് കൂടി അടിയുണ്ടാക്കി ബഹളം ഉണ്ടാക്കി സഭയെ നശിപ്പിച്ച് വല്ല കാര്യമുണ്ടോ? പണ്ടൊക്കെ ആളുകൾ പറയാറുണ്ട്, ഹിന്ദുക്കളൊക്കെ പറയാറുണ്ട്, പ്രായമൊക്കെ ആയാൽ അവരുടെ ഭാഷ പറയാണ്, ക്ഷമിക്കുക, വല്ല നാമമൊക്കെ ജപിച്ചോണ്ട് മൂലലങ്ങാൻ ഇരുന്നോളെന്നൊക്കെ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നതുപോലെ പ്രായമായാൽ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വയസ്സനാ വിളിക്കുന്നത്. പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്, ഈ വയസ്സനായ എന്റെ അപേക്ഷ കേൾക്കണം. ഫിലോമോന്റെ ലേഖനത്തിൽ പ്രായമായാൽ പക്വതയോടെ വിവേകത്തോടെ തലമുറകൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട നീ അവിടെ ഇവിടെ ഇരുന്ന് സഭയ്ക്കകത്തും ദൈവദാസന്മാർക്കെതിരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ദൈവമഹത്വത്തിന് ഇരിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടാക്കിയാൽ പ്രയോറിറ്റി നിന്റെ മേൽ ആദ്യത്തെ വാള് വീഴുന്നത് നിന്റെ മേലായിരിക്കും. സ്തോത്രം. രണ്ടാമത്തെ കാറ്റഗറിക്ക് യൗവനക്കാർ. ഇന്ന് പാപത്തിന്റെ ഹോൾസെയിൽ എടുത്തിരിക്കുന്ന യൗവനക്കാർ. ചില സഭകളിൽ യൗവനക്കാർക്ക് കെട്ടഴിച്ചു വിട്ടിരിക്കുക. സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ? സഭായോഗം നടക്കുമ്പോഴും അതിനകത്തിരുന്നുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുക, അതിനകത്തിരുന്നുകൊണ്ട് ഗെയിം കളിക്കുക, എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാം. വിടുകയല്ല ദൈവം. യൗവനക്കാർ മാനസാന്തരപ്പെടാൻ സമയം തന്നിട്ടും അത് ഉപയോഗിക്കാത്ത യൗവനക്കാരുടെ മേൽ വാള് വീഴും. കരുണയില്ലാത്ത വേട്ടൻ. സ്തോത്രം. അടുത്തെഴുതിയിരിക്കുന്നു പൈതങ്ങൾ. അയ്യോ, അപ്പോൾ അവർക്കും ഇല്ല. പൈതങ്ങൾ എന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ, അവർക്കും ഇല്ല. സ്തോത്രം. ഒഴിവില്ല. ഫൈനലി സ്ത്രീകൾ. എനിക്ക് സഹോദരിമാർക്ക് അവസാന സമയം വരെ ഇച്ചിരി ലേറ്റാ, എങ്കിലും ഫൈനലി ഉണ്ട്, അവർക്ക് സമയമുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, വൃദ്ധന്മാർ, യൗവനക്കാർ, കന്യകമാർ, കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരൊക്കെ ഉണ്ട്, ലൈൻ കമ്പി വലിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോണം. സ്തോത്രം. വരുന്നുണ്ട് വാള്. സ്തോത്രം. എനിക്ക് അവിടെ എഴുതിയിരിക്കുക പൈതങ്ങൾ, സ്ത്രീകൾ കൊന്നുകളയുവി. കണ്ടോ? അതാണ് ആദരവില്ലാത്ത, കാരണമില്ലാത്ത വേട്ട. കൊന്നുകളയുവി. എന്നിട്ട് പറയുന്നത് എവിടെ അറിയോ? എന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് തന്നെ വെട്ടു തുടങ്ങാൻ. അവിടെ എഴുതിയിരിക്കുക, എന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ. സ്തോത്രം. ഇനി അത് മാത്രമല്ല, അവിടെ അങ്ങനെ അവർ ആലയത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങിയ, മൂപ്പന്മാരെ എന്തേ പറഞ്ഞ വൃദ്ധന്മാർ, മൂപ്പന്മാരുടെ ഇടയിൽ ആദ്യത്തെ പണി തുടങ്ങിയത്, വെട്ടു തുടങ്ങിയത്. സ്തോത്രം. മൂപ്പന്മാരാരാ? ശുശ്രൂഷകന്മാരാ, ഇടയന്മാരാ, അധ്യക്ഷന്മാരാ. അവരുടെ ഇടയിലാണ് ആദ്യം തുടങ്ങിയത്. സ്തോത്രം. അവർ നന്നായാൽ പുറകുള്ള പ്രജകൾ നന്നാകും. സ്തോത്രം. ഭയപ്പെടും. സ്തോത്രം. എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്തിനാ വെട്ടിയെന്നറിയോ? അതാ 7-ാം വാക്യം പറയുന്നു.
നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി, പ്രാകാരങ്ങളെ നിഹതന്മാരെ കൊണ്ട് നിറപ്പിച്ചു. നിങ്ങൾ പുറപ്പെടുവീൻ എന്ന് പറഞ്ഞു. നഗരത്തിൽ നിങ്ങൾ സംഹാരം നടത്തി. അതുകൊണ്ടാണ് ദൈവം അവരെ വെട്ടിയത്. നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഏകദേശം 25 പേരെ വെട്ടിയിട്ടുണ്ട്. കാരണം ഈ 25 പേരാണ് നഗരത്തിൽ ദൈവാലയത്തിന് വിരോധമായ ആലോചന കഴിച്ചത്. ഇവരുടെ ഗൂഢാലോചനയും ആലോചനയുമാണ് ദൈവാലയത്തിലിരുന്ന മഹത്വം ഉമ്മരപ്പടിയുടെ വാതിക്കലേക്ക് പോകാനുണ്ടായ കാരണം. ഇന്ന് രാവിലെ ഓർത്തോണം, ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ കൈകൂപ്പി പറയാം, ആരാധനയ്ക്ക് പൊക്കോണം, വന്നോണം. ഇതിനപ്പുറം ഒരു ബിസിനസ്സിന് അവിടെ നിൽക്കരുത്. കാരണം കളിക്കുന്നത് എപ്പോഴും ഒരുപോലെ ദൈവം ക്ഷമിച്ചെന്ന് വരത്തില്ല. സ്തോത്രം. അത് എത്ര പണ്ഡിതനാണേലും എത്ര ജ്ഞാനിയാണെങ്കിലും. സ്തോത്രം. നോക്കുക, 25 പേർ നടത്തിയ ദുരാലോചനയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെ കാഠിന്യം ഒന്നും രണ്ടും ആളുകളല്ല. സ്തോത്രം. നിരവധി ആളുകൾ. ഇനി നിങ്ങൾ നോക്കി, ഈ ഒരു വെട്ട് ഒരു ന്യായവിധി നടത്തിയപ്പോ ഇവരിലൊരു ഭയമുണ്ടായി. നീ 10-ാം അധ്യായത്തിലേക്ക് വന്ന് പ്ലീസ്, 10-ാം അധ്യായത്തിലേക്ക് വന്ന് 18-ാം വാക്യം നോക്കി. 18-ാം വാക്യം. സ്തോത്രം. 18-ാം വാക്യത്തിൽ റിട്ടേൺ ഓഫ് ദ ഗ്ലോറി, മഹത്വം മടങ്ങി വരികയാണ്. നോക്കി, പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂവിന്റെ മീതെ വന്ന് നിന്നു. എല്ലാം മനസ്സിലായോ? തലയ്ക്കകത്തോട്ട് കയറുന്നുണ്ട്. ഉമ്മരപ്പടിയുടെ വാതിക്കൽ പോയ മഹത്വം തിരിച്ചു വന്നു. എപ്പോ? ന്യായവിധി കഴിഞ്ഞപ്പോ. ന്യായവിധി കഴിഞ്ഞപ്പം ഞെട്ടി എല്ലാരും ഭയന്നു. ഒരെണ്ണത്തെ ഒന്ന് കീറി ദൈവം തൊട്ടാ മതി, സകല എണ്ണം ഭയക്കും. പണ്ട് ഞങ്ങളുടെ ചർച്ചില് ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് സ്നാനത്തിന് പോകുന്ന വഴിക്ക്, സ്നാനത്തിന് പോയ വണ്ടി സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ സ്നാനത്തിലുണ്ടായിരുന്ന 2 സഹോദരന്മാർ എതിരെ വന്ന ടൂറിസ്റ്റ് ബസിന്റെ അടിയിലോട്ട് കയറിപ്പോയി ബൈക്ക്. അപ്പോഴേ ഒരാൾ മരിച്ചു. അന്ന് സഭായോഗം നടന്നില്ല. ജനം ഭയന്നു പോയി. സാധാരണ 7 ദിവസം ഉപവാസം കഴിഞ്ഞ് ആനന്ദവും സന്തോഷവും വലിയ എൻജോയ്മെന്റ് ഒക്കെ ചെയ്യേണ്ട സഭായോഗത്തിൽ ചവടക്കിന് ഉള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്ന അനുഭവം ഭയന്നു. നമ്മുടെ ഒരു പ്രശ്നം അറിയാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം കണ്ണടയ്ക്കുന്നു, ക്ഷമിക്കുന്നത് കൊണ്ട് എപ്പോഴും ദൈവം ലൈസൻസ് തരുന്ന ദൈവമാണെന്ന് ചിന്തിക്കരുത്. അവന്റെ കരുണ ഭയങ്കരമാണ്, അവന്റെ ദീർഘക്ഷമ ഭയങ്കരമാണ്. പക്ഷെ ദീർഘക്ഷമയുടെ പീരീഡ് കഴിഞ്ഞാലുണ്ട്, എന്റെ ഒരു നാടൻ ഗ്രാമീണ ഭാഷ പറയാം, വാരി അലക്കും ദൈവം. സ്തോത്രം. ഒന്നുകൂടെ ഗൗരവമായിട്ട് ഞാൻ പറയാം, ഒരാളെ തൊട്ടാ മതി, ദൈവം പിടിച്ചാൽ പിടിയാ. ഇവിടെ കൊണ്ട് 10-25 ഇറങ്ങി നിന്ന് ദൂതന്മാര് വെട്ടിക്കഴിഞ്ഞപ്പോ ഇവര് ഭയന്നു, നെടുമ്പാട് വീണു, നിലവിളിച്ചു, കരയുകയാണ്. അപ്പോൾ ഇവർ മടങ്ങി വരാനും നെടുമ്പാട് വീഴാനും തകരാനും തയ്യാറായപ്പോൾ ആലയത്തിന്റെ കെരൂബിന്റെ മീതെ നിന്ന് വിട്ട് ഉമ്മരപ്പടിയുടെ വാതിക്കൽ പോയ മഹത്വം മടങ്ങി തിരിച്ച് പഴയ പൊസിഷനിലേക്ക്, ശലോമോന്റെ കൃപയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ പൊസിഷനിലേക്ക് മഹത്വം വന്നിരിക്കും. കർത്താവിനോട് പറയുന്നു, നിന്റെ ഹൃദയം താഴുന്ന, നീ അനുതപിക്കുന്ന, നീ കരയുന്ന, നീ മടങ്ങി വരുന്ന ഓരോ സമയത്തും നിന്നെ വിട്ട് അല്പാൽപമായി വിട്ടുപോയ മഹത്വം എല്ലാം മടങ്ങി വന്നുകൊണ്ടിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഹൃദയം താഴ്ത്തുന്നതോ അനുതപിക്കുന്നതോ കരയുന്നതോ പശ്ചാത്തപിക്കുന്നതോ ഒന്നും ചെറിയ കാര്യമല്ല. പോയ മഹത്വമൊക്കെ മടക്കിക്കൊണ്ടുവരുന്ന കാര്യമാണത്. നിന്നെ വിട്ടുപോയ മഹത്വം എല്ലാം റിട്ടേൺ ആകുകയാണ്. നിന്റെ വീടിനകത്തേക്ക്, നിന്റെ ശുശ്രൂഷയ്ക്കകത്തേക്ക്, നിന്നിലേക്ക് ദൈവിക മഹത്വങ്ങൾ റിട്ടേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ ആ മഹത്വത്തിന്റെ ഒരു വലിയ വ്യാപാരം അസാധാരണകരമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവാത്മാവ് ശക്തമായി ഉറപ്പിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ കാര്യം പറയുമ്പോൾ ബന്ധക്കോസുകാരുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് പറയുന്നത്. ഈ ഇസ്രായേൽ ജനവും ബന്ധക്കോസുകാരും ഒക്കെ ഏകദേശം ഒരുപോലെ. കാരണം ഈ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ആദ്യത്തെ മാനസാന്തരം 3 മാസം തന്നെ.
അല്ലെങ്കിൽ അതിന്റെ മുഴുത്ത മാനസാന്തരം 3 മാസം. ഈ ന്യായവിധി ഉണ്ടായപ്പോ ഇവർക്കൊരു മാനസാന്തരം ഉണ്ടായെങ്കിലും അതിന് വലിയ ആയുസില്ല, നിലനിന്നില്ല. സ്തോത്രം. അത് താൽക്കാലിക മാനസാന്തരം. ബറവോനുണ്ടായ മാനസാന്തരമാണ് താൽക്കാലിക മാനസാന്തരം, ടെമ്പററി ആയിട്ട് വന്ന ആ മാനസാന്തരം. മനസ്സിലായില്ലേ? തവള വന്നപ്പം പറവൻ മാനസാന്തരപ്പെട്ടു, തവള പോയപ്പോൾ മാനസാന്തരം പോയി. പേൻ വന്നപ്പോൾ പറവൻ മാനസാന്തരപ്പെട്ടു, പേൻ പോയപ്പോൾ മാനസാന്തരം പോയി. ഇവിടെ ഇസ്രായേൽ മക്കൾക്കും ഒരു ന്യായവിധി ദൈവം നടത്തിയപ്പോൾ മാനസാന്തരപ്പെട്ടു, മഹത്വം മടങ്ങി വന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ ആദ്യത്തെ അടിയുടെ ചൂടൊക്കെ അങ്ങ് പോയപ്പോഴേ അവരാ മാനസാന്തരമൊക്കെ അങ്ങ് വിട്ടു. അവർ പഴയതിനേക്കാൾ വഷളായി 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 ജീവിക്കേണ്ടത്. ഓരോ തലമുറ പെന്തക്കോസിന്റെ കഴിയുമ്പോഴും കേൾക്കുന്ന ഓരോ വാർത്തകളും അതുപോലെയാണ് കേൾക്കുന്നത്. സ്തോത്രം. അപ്പോൾ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. സ്തോത്രം. 19-ാം വാക്യത്തിലേക്ക് വന്ന് 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. അപ്പോൾ കെരൂബുകൾ ചിറക് വിടർത്തി ഞാൻ കാണുകെ ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. സ്തോത്രം. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത സെന്റൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എല്ലാവരും കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിൽക്കൽ ചെന്ന് നിന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ കെരൂബുകളും അവ പൊങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ചക്രങ്ങളും എല്ലാം. എന്നിട്ട് ആ ഫൈനലി 19-ാം വാക്യം അവസാനിക്കുന്നതാക്കി ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും നേരെ അവയ്ക്കും മീതെ വന്നു നിന്നു. ഇപ്പോൾ എവിടെ നിൽക്കുക മഹത്വം? ആദ്യം മഹത്വം വിട്ടുപോയപ്പോ ഉമ്മരപ്പള്ളിയുടെ വാതിൽക്കൽ പോയി നിന്ന്. ഇപ്പം തിരിച്ച് കെരൂബിന്റെ മീതെ വന്നായിരുന്നല്ലോ. ഇപ്പൊ മഹത്വം എവിടെ വന്ന് നിൽക്കുന്നത്? പണ്ടത്തേതിനേക്കാൾ വഷളത്തര ഇവരുടെ ഇടയിൽ വന്നപ്പോൾ മഹത്വം കെരൂബോട് കുടുങ്ങി പോന്നു. കെരൂബിന് പോലും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായി. മഹത്വം അവിടുന്ന് പോന്നു. നേരെ എവിടെ നിൽക്കുക? ആലയത്തിന്റെ കിഴക്കേ പടിവാതിൽ. എവിടെ നിൽക്കുന്നു? കിഴക്കേ പടിവാതിൽ. ഓ, ഓരോ ജനറേഷൻ കഴിയും തോറും ഞാൻ എല്ലാവരും അടച്ചു പറയുന്നില്ല, ദൈവമഹത്വത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു പുതിയ തലമുറ ഒരു സൈഡിൽ കൂടെ ഉണ്ട്. അത് ദൈവത്തിന്റെ ഓഹരിയാണ്. ഈ ട്രഡീഷണലി പെന്തക്കോസ്റ്റ് ആയിട്ടുള്ള പല ആളുകളും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ അവരുടെ ഇടയിലെ ആരാധനയിൽ വെളിപ്പെടുന്ന മഹത്വം അവരുടെ ലൈഫിനകത്ത് പ്രായോഗികമാക്കി അവര് ലൈഫിനകത്ത് ക്രമീകരണം കൊണ്ടുവരാൻ ഒത്തിരി ശ്രമിക്കുന്ന ഒരു ജനറേഷൻ മറസൈഡ്. മറ്റേത് ട്രഡീഷണലി ഇങ്ങനെ പോകുന്ന കുറെ ചർച്ചകൾ പോലെയാണ്. എനിക്ക് ഒരു കാര്യം വ്യക്തമാണ്, മഹത്വം ഇപ്പോൾ ആലയത്തിന്റെ കിഴക്കേ പടിവാതിൽക്കൽ. ഞാൻ നീട്ടുന്നില്ല, എന്റെ വാക്കിന് ഞാൻ വിരാമം കുറിക്കരുത്. 11-ാം അധ്യായത്തിലേക്ക് വരാം. നമുക്ക് 11-ാം അധ്യായം കൂടെ നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞില്ലേ, ഈ 10-25 പേര് ദുരാലോചന കഴിച്ചു. അവർ നിമിത്തമാണ് ന്യായവിധി ഉണ്ടായത്. അത് ഈ നിങ്ങൾ 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ദുരാലോചന കഴിച്ച പുരുഷന്മാരെ കുറിച്ചൊക്കെ പറയുന്നു. സ്തോത്രം. എന്നാൽ ഈ 11-ാം അധ്യായത്തിൽ എന്നെ വല്ലാതെ ഭയപ്പെടുന്നൊരു വാക്യം, മഹത്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാക്യം. 23-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. 11-ന്റെ 23 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എവിടായിരുന്നു യഹോവയുടെ മഹത്വം ഇരുന്നത്? ഫൈനലി ആലയത്തിന്റെ കിഴക്കേ പടിവാതിൽ. ഇപ്പൊ ആ മഹത്വത്തിന്റെ സ്ഥാനം എവിടെ നോക്കി? യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പോയി. അപ്പം ഈ കിഴക്കേ പടിവാതിൽക്കിൽ നിന്ന് ഇവിടെ വന്നായിരുന്നു മഹത്വം. നഗരത്തിന്റെ നടുവിൽ എന്ന് പറഞ്ഞാൽ ആലയം വിട്ടു. ആലയത്തിനകത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് കെരൂബിന്റെ മീതെ ശലോമോൻ പ്രാർത്ഥിച്ചിറക്കിയ മഹത്വം ഇപ്പോൾ എവിടെ? ആലയം വിട്ടു. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, പല ആലയത്തിലും മഹത്വമില്ല, ബിൽഡിങ്ങേ ഉള്ളൂ.
കുറെ ഗ്യാതറിങ് പോലെ പണ്ട് ദൈവാസൻ പറഞ്ഞു തന്നതിൽ എല്ലാവരും ഘോഷിച്ചു. സത്യമാണ്. ഒരു ക്ലബ്ബ് പോലാണ് ഇന്ന് ചർച്ച് വരുന്നത്. സ്തോത്രം. കൂടി വരുന്നു, പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, 2 പാട്ട് പാടുന്നു, 3 പ്രാർത്ഥനാ തൊഴിലാളികളെ പോലെ സ്ഥിരം പ്രാർത്ഥിക്കുന്ന 3 പേര് പ്രാർത്ഥിക്കുന്നു. ഒരു പുതുമയില്ലാത്ത ഞായറാഴ്ചകൾ. എന്തുകൊണ്ട് നിങ്ങളുടെ ചർച്ച പുതുമയൊക്കെ ആയിട്ട് പറയാം? മഹത്വം ആലയം വിട്ടുപോയി. നഗരത്തിൽ ഇതിൽ ദൈവത്തിന്റെ ആ മനസ്സെന്തുമായിരിക്കും അറിയോ? ഇതിനേക്കാൾ ഭേദം ആ നഗരത്തിലെങ്ങാനും പോയിരിക്കുന്നത് നല്ലതെന്ത്? എനിക്ക് പെട്ടെന്നല്ല പോയതാന്നോ? ഫസ്റ്റ് ഉമ്മരപ്പടി, പിന്നെ ന്യായവിധി നടത്തിയപ്പോൾ മടങ്ങി തിരിച്ചു വന്നിരുന്നു, വീണ്ടും കിഴക്കേ പടിവാതിക്കൽ. ഇത് കുറെ കാലഘട്ടങ്ങൾ എടുത്ത് സംഭവിച്ച കാര്യമായി പറയാം. ഫൈനലി ഇപ്പോൾ നഗരത്തിന്റെ നടുവിൽ. എന്നാൽ ഇപ്പോൾ നഗരത്തിന്റെ നടുവിൽ നിന്ന് മഹത്വം പോവുക. അതാ 23-ാം വാക്യം വായിച്ചത്. എങ്ങോട്ട് പോവുക? നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മീതെ നിന്ന്. അയ്യോ, എന്തൊരു ഗതികേടാന്ന് നോക്കി. ആലയത്തിലിരിക്കേണ്ട മഹത്വം ഇപ്പോൾ പർവ്വതത്തെ വന്നിരിക്കുക. ഏതാണ് ഈ പർവ്വതം? സ്തോത്രം. യെരൂശലേമിന്റെ കിഴക്ക് വശത്തുള്ള പർവ്വതമാണ് ഒലിവുമല. ദൈവത്തിന്റെ മഹത്വം ഇപ്പോൾ ഒലിവുമലയുടെ നെറുകയിലിരിക്കുക. സ്തോത്രം. ഈ സന്ദേശം നിങ്ങളൊരു ഭയത്തോടെ കേൾക്കണം. നിങ്ങൾ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും, ഒന്നുകൂടെ കേൾക്കണം. അത്യാവശ്യം നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നവർക്ക് അയച്ചു കൊടുത്തു. സ്തോത്രം. യെരൂശലേമിന്റെ കിഴക്കു ഭാഗത്താണ് ഒലിവുമല. ഒലിവുമലയിൽ ദൈവത്തിന്റെ മഹത്വം ഇരിക്കുക. വേദ ചരിത്രകാരന്മാരിൽ ഒരു ചരിത്രകാരൻ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ആധികാരികമായി പറഞ്ഞിരിക്കുന്ന സംഭവം, ഏകദേശം 3-3.5 വർഷം ദൈവത്തിന്റെ മഹത്വം ഈ ഒലിവുമലയുടെ മുകളിൽ ഇരിക്കും. അത് ചിലർക്ക് ദർശിക്കത്തക്ക രീതിയിലാണ് ഇതിലെന്നാ പറയുന്നത്. സ്തോത്രം. 3-3.5 വർഷം കഴിഞ്ഞപ്പോൾ മഹത്വം ഒലിവുമലയിൽ നിന്ന് അപ്രത്യക്ഷമായി. ആ ചരിത്രകാരൻ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്: മഹത്വം അപ്രത്യക്ഷമായതിന്റെ അന്ന് രാത്രിയിലാണ് നെബൂഖദ്നേസർ രണ്ടാമതൊരു വരവ് യെരൂശലേമിലേക്ക് വന്ന് നഗരത്തെ നിരോധിച്ച് ആലയത്തെ തകർത്ത് രക്തപ്പുഴ യെരൂശലേമിന്റെ വീഥികൾ ഒഴുകി ശവങ്ങൾ വീണത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മഹത്വം വിട്ടുപോയാൽ ദുരന്തം വീടിനകത്ത് കയറി വരും. മഹത്വം വിട്ടുപോയാൽ ശവങ്ങൾ വീടും. മഹത്വം വിട്ടുപോയ രക്തച്ചൊരിച്ചിൽ കൊണ്ട്. കുഞ്ഞെ, നീ ഇന്ന് സേഫ് ആയിരിക്കുന്നതിന്റെ കാരണം അവന്റെ മഹത്വം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട്. നിന്റെ വീടിനകത്ത് നീ സേഫ് ആയിരിക്കുന്നതിന്റെ കാരണം നിന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ ജീവിതം കൊണ്ടോ ഒന്നും അല്ല, പിന്നെ അവന്റെ മഹത്വം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. സ്തോത്രം. അതിന്റെ ഒരു തെളിവ് ഞാൻ പറയാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു തെളിവ് ഞാൻ പറയാം. അതാണ് ഇതിന്റെ കാരണമെന്ന്. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് 3-ാം അധ്യായത്തിനകത്ത്, ആ 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ, സ്തോത്രം, വളരെ ഗൗരവമായി 3-ാം അധ്യായമല്ല 4-ാം അധ്യായം, 1 ശമൂവേൽ 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ 22-ാം വാക്യത്തിൽ ഒരു സ്ത്രീ ഒരു പദം പറയുന്നുണ്ട്: മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് ജനിച്ച കുഞ്ഞിന് ഈഖാബോത്ത് എന്നവൾ പേരിടും. ആരാണ്? സ്തോത്രം. ഒപ്നി ഫിനഗാസ്. അതിൽ അത് ഫിനഗാസിന്റെ ഭാര്യ. സ്തോത്രം. അവൾ മരിക്കുന്ന സമയം ലേബർ റൂമിൽ വെച്ച് 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അവൾ പ്രസവിക്കുമ്പോൾ അവൾ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയില്ല. സ്തോത്രം. നിങ്ങളത് അവിടെ എഴുതിയിട്ടുണ്ട്, അവൾ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയില്ല. പ്രസവമെടുത്ത വൈറ്റാറ്റുമാര് പറഞ്ഞു, നിനക്കൊരു ആൺകുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ നോക്കിയില്ല. പകരം അവൾ വാ തുറന്ന് പറഞ്ഞു, ഈ ഖാബോത്ത്. അവൾ തലമുറയ്ക്ക് പേരിട്ടു. എന്താ ഈ ഖാബോത്ത്? മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. ഒരു ചർച്ചിനകത്ത്, ദേശത്തിനകത്ത് മഹത്വം നശിപ്പിക്കുന്ന ഒത്തിരി ഈഖാബോധന്മാർ ജനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് രാവിലെ എന്റെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരും ഈഖാബോധന്മാരാകാതെ എന്ത് വില കൊടുത്തും മഹത്വത്തെ പിടിച്ചു നിർത്തുന്ന, മഹത്വത്തെ ജ്വലിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ ഈഖാബോധന്മാരുടെ കാലഘട്ടങ്ങൾ അവസാനിക്കട്ടെ.
മഹത്വം പിടിച്ചു നിർത്തുന്നവരുടെ കാലഘട്ടം ആരംഭിക്കട്ടെ. നോക്ക്, എന്നാ സഹോദരി പറഞ്ഞു മഹത്വം ഇസ്രായേലിനെ വിട്ടുപോയി. എന്താ അങ്ങനെ പറഞ്ഞതെന്നറിയാവോ? എന്നാ പറഞ്ഞത്? മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയപ്പോ എന്താ സംഭവിച്ചത്? ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്തതുപോലെ ഒരു മഹാപുരോഹിതൻ പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. തന്റെ അമ്മായിയപ്പൻ, പേര് ഏലി. ഇന്ന് വരെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല. ഏലിക്ക് ശേഷം മഹാപുരോഹിതനാകേണ്ട 2 പുരോഹിതന്മാർ പടക്കളത്തിൽ ചോര വാർന്ന് മരിച്ചു. തന്റെ ഭർത്താവും ഭർത്താവിന്റെ സഹോദരൻ. ഇപ്പോൾ ഇതാ പ്രസവ സമയത്ത് താനും മരിക്കും. ഇസ്രായേലിൽ ഇന്ന് വരെ കേട്ടുകളില്ലാത്ത ദുരന്തങ്ങൾ ഒന്നു മാറി വന്നപ്പോൾ അവൾ പറയുക, അതിന്റെ കാരണം ഇതുവരെ ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്ത ദൈവത്തിന്റെ മഹത്വം വിട്ടുപോയി. ശുഭന റമന ഹത്തന ജനാമന. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് അല്പസെക്കൻഡ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഞാന് നിങ്ങളോട് പറയുന്നു, മഹത്വം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. ആ മഹത്വം നിങ്ങളെ വിട്ടുപോയാൽ നിങ്ങൾക്ക് പിന്നെ സുരക്ഷിതത്വം ആരൊരുക്കിയാലും നിങ്ങൾ സുരക്ഷിതരല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം, നിങ്ങളെ ഒരു നാളും വിട്ടുപോകാത്തൊരു മഹത്വത്തെ നമുക്ക് ഗിഫ്റ്റായി തന്നിട്ടാണ് യേശു ഇവിടുന്ന് പോയത്. യേശു പറഞ്ഞു, എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞാനൊരു മഹത്വത്തെ നിങ്ങളുടെ കൂടെ തരികയാണ്. അവന്റെ പേരാണ് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്. അവന്റെ വില ഇന്ന് പലരും അറിയുന്നില്ല. പക്ഷെ അവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മിൽ പലരും മരണപ്പെട്ടു പോകാത്തത്, പിശാചിന്റെ കയ്യിൽ അമർന്നു പോകാത്തതെങ്കിൽ ഇന്ന് രാവിലെ സമയം ആ മഹത്വത്തെ നമ്മുടെ ഉള്ളിൽ ഒന്ന് പിടിച്ചു നിർത്താൻ, ആ മഹത്വത്തിന് വേണ്ട പ്രയോറിറ്റി കൊടുക്കാൻ, ആ പരിശുദ്ധാത്മാവിന് വേണ്ട പരിഗണന കൊടുക്കുവാൻ നാം ഒന്ന് തയ്യാറാകട്ടെ. എഗസ്കേൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് സംഭവിച്ചത്? ദൈവം അതിനെ മറുപടി പറയുകയാണ്, എന്റെ മഹത്വത്തെ ആലയത്തിനകത്ത് സ്വസ്ഥമായിരിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്റെ വല്യപ്പന്മാർ, നിന്റെ അപ്പന്മാർ ചെയ്ത ചെയ്ത്തുകൾ എന്റെ മഹത്വത്തെ യെരൂശലേമിൽ നിന്ന് അതേ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടിരുത്തേണ്ട അവസ്ഥ അവർ ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങൾ പ്രവാസം. പക്ഷെ പ്രവാസത്തിലിരിക്കുന്ന യെഹെസ്കേൽ തന്റെ ഭാര്യ യൗവനത്തിൽ മരിച്ചു പോയിട്ടും ആ വിഷയത്തിന് വേണ്ടി പോലും ദുഃഖിക്കാതെ ഇസ്രായേലിന്റെ മടങ്ങിവരവിന് വേണ്ടി കരയുമ്പോൾ അവന്റെ തലയ്ക്ക് മീതെ സ്വർഗം തുറന്നു. അവൻ ദിവ്യ ദർശനങ്ങളെ കാണുകയാണ്. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, നിന്റെ പിതാക്കന്മാർ ദൈവമഹത്വത്തെ ആലയത്തിൽ നിന്ന് മാറ്റി പർവ്വതത്തിൽ കൊണ്ടുവന്നാൽ അത് യെഹെസ്കേലെ നിന്റെ ജനറേഷനോട് ഞാൻ കണക്കിടുന്നില്ല. പകരം നിന്റെ തലയ്ക്ക് മീതെ ഞാൻ സ്വർഗം തുറക്കാൻ പോകുന്നു. നീ ഇന്ന് വരെ കാണാത്ത ദർശനങ്ങൾ, ഇന്ന് വരെ കാണാത്ത ദിവ്യ സ്വപ്നങ്ങളെ കാണാൻ പോകുക. ആരോട് ആത്മാവ് പറയുന്നു, പിതാക്കന്മാർ ചെയ്ത അകൃത്യം തലമുറയോട് കണക്കിടാതെ ഒരു പ്രവാസത്തിൽ നിന്നുള്ള ഒരു മോചനം. ആരോടൊക്കെ അവർ നിന്റെ ഈ പ്രവാസം പിതാക്കന്മാരുടെ അകൃത്യത്തിന്റെ പ്രവാസമാണെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ മോചനം നൽകുക മാത്രമല്ല, നിന്റെ തലയ്ക്ക് മീതെ സ്വർഗം തുറന്ന് ഇന്ന് വരെ നീ കാണാത്തൊരു പ്രൊഫറ്റിക്കൽ ഓഫീസുകൾ, അതെ, നീ ഇന്ന് വരെ കാണാത്ത ദർശനങ്ങളുടെ ഒരു വലിയ ഓപ്പണിങ്സുകൾ ദൈവാത്മാവ് ഇന്ന് രാവിലെ കൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഈ രാവിലെ മുതൽ ആ ശുശ്രൂഷകൾ ഏറ്റെടുത്താട്ടെ. റിസീവ്, അത് ആ ശുശ്രൂഷകൾ ഏറ്റെടുത്താട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർ കണ്ണുകൾ അടയ്ക്കാം, തലകൾ ഉണക്കാം, അല്പനിമിഷം പ്രാർത്ഥനയ്ക്ക് വിധേയപ്പെടാം. വായി തുറന്ന് എല്ലാവരും അല്പനിമിഷം പ്രാർത്ഥിക്കാം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങളുടെ അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളം ഇന്ന് രാവിലെ കത്തട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചൂടാ മഹത്തുന ജഗൽ ഖമാനിയ അന്തര ജനപ്രൗഢകൾ കമനഘടകക്ഷസിയ. നിങ്ങളുടെ അതിൽ സൂമിന്റെ മ്യൂട്ടുകൾ മാറ്റി അത് നിങ്ങൾ അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവാത്മാവിന്റെ അസാധാരണകരമായ ഒരു പരിവർത്തനം നിങ്ങളിരിക്കുന്ന റൂമിനകത്ത് ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ വീട് ടേക്ക് ഓവർ ചെയ്യുകയാണ്. നിങ്ങളുടെ റൂമുകൾ പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. വേദം തരം ചൂടമ്പർ കനം വൈഡം പ്രൗഢം കനം ധനം ധനം. നിങ്ങളുടെ ശരീരങ്ങളെ പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യുകയാണ്. അസാധാരണകരമായി നിങ്ങളുടെ ബോഡിയെ പരിശുദ്ധാത്മാവ് സൗഖ്യമയക്കുകയാണ്.
നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ രോഗങ്ങൾ സൗഖ്യമാകുന്ന പ്രഭാതമാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ മീതെ ഭയങ്കര ഡെലിവറൻസുകൾ ഉണ്ടാകുക. ഈ വചനത്തിന്റെ ശക്തി, ഈ മഹത്വത്തിന്റെ ശക്തി, ഊമാന ഹത്തുന ജനാദനം മൽക്കന സീതാരാമന ഹത്തുനാദകം ധനം പടം മൽക്കനം വൈഡരം പടം 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 ധരം താരകച്ച പടകടകാധികത്തരം വച്ച പട്ടം പൊട്ടി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ സൂമിനകത്ത് സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹോളി സ്പിരിറ്റ് ഇവരെ ഏറ്റെടുക്കട്ടെ. പിശാച് ലോക്ക് ചെയ്ത കെട്ടുകളൊക്കെ അൺലോക്കായി മാറട്ടെ. ചില ഡോറുകൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു സ്പിരിച്വൽ ഓപ്പണിംഗ് ഉണ്ടാകട്ടെ. ഒരു ഹെവൻലി അത് ഓപ്പണിംഗ് ഉണ്ടാകട്ടെ. ഓ ഹോളി സ്പിരിറ്റ് പോർട്ടൽ ഓപ്പൺ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൂരാരബലബ തുനാജനാദന അങ്കയാമനാജന പ്രൗഢവേദം ധുരിവിരിഗന്ധം വടകടഗന്ധം അബ്ധനജാന വൈഡിവിന്ദരം വടകൽക്കനാദനം വൈശ്വസീമനംഹം അൽക്കനം ജം വടകടകാദിക ചുടമ്പലം. എന്റെ വായ വിസ്താരത്തിൽ തുറക്ക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ പ്രസൻസ് വെളിപ്പെട്ടു വരട്ടെ. ഹോളി സ്പിരിറ്റ് അസാധാരണമായ അവരുടെ സാന്നിധ്യം കൊണ്ട് ഇപ്പോഴും വാ തുറക്കാത്ത പ്രിയപ്പെട്ടവരുണ്ട്. വാ തുറന്ന അന്യഭാഷയിൽ ദൂതിവിരികം വടകം വിരകച്ചം വടകത്തുനം ജഗത്തന അർത്ഥനജാനകം ദീപികത്തും വടം ജലം വടകം ധവനം. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യങ്ങൾ, യേശുവിന്റെ നാമത്തിൽ ഒരു അകത്തൊരു കത്തൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു കത്തൽ വെളിപ്പെട്ട് വരട്ടെ. വടവച്ചനം ധുമൽക്കനാഥ വൈഡവരഘടക പാദഘടകം വേദഗന്ധം വർദ്ധനം വൈശസി മുരികം ജം മൽഖനം വൈഡം. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളിൽ ആരും ദൈവത്തിന്റെ മഹത്വത്തെ കെടുത്തുന്നവരായി തീരാതെ, പരിശുദ്ധാത്മാവിനെ കെടുത്തുന്നവരായി തീരാതെ, ആ മഹത്വത്തെ എന്തു വില കൊടുത്തും ജ്വലിപ്പിക്കുന്നവരായി, ആ മഹത്വത്തെ പിടിച്ചു നിർത്തുന്നവരാക്കി തീർക്കുക. ആ ജനറേഷൻ ഞങ്ങൾക്ക് ഈഖാബോധന്മാരാകണ്ട, ഞങ്ങൾക്ക് ദൈവമഹത്വത്തിന്റെ കൂടെ ചലിക്കുന്നവരായി തീരുക ഞങ്ങളെ ഇന്ന് രാവിലെ സമർപ്പിക്കുന്നു. ആ തീരുമാനത്തോടെ ഞങ്ങൾ ദൈവസന്നിധിയിൽ വിധേയപ്പെടുകയാണ്. ഈ ജനത്തെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതിയായി നിന്ന് ഞാനിവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് അങ്ങനെ ചെയ്യും. മഹത്വം പങ്കെടുക്കും. പ്രാർത്ഥന ഘട്ടത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാചനയും ഘട്ടത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ഏക പ്രത്യക്ഷത വരെ ഇന്നും നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയനിലയ്ക്ക് പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. റോമാലേഖനത്തിന്റെ ക്ലാസ് ഇന്ന് വൈകുന്നേരം ഉണ്ടായിരിക്കും. ഇന്നലെ നടക്കേണ്ടതായിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ നിമിത്തം നടക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടായിരിക്കും. സമയം ഞാൻ ഗ്രൂപ്പിനകത്തിടും. എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഓൾ.